Also press this bell icon. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോയുടെ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല കിടുക്കൻ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തും എടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് വേണ്ടി ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ സോ ഗൈസ്, അതിനാണ് ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതിൽ അതിൻ്റെ പാർട്ട് ബേസ് വീഡിയോസ് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിക്കളാം. ഇപ്പോൾ ലൈറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഡിംഗ് ഉണ്ട്. കാര്യമല്ല, ഏതൊരു ആപ്ലിക്കേഷൻ എടുക്കുന്നതിനേക്കാളും ഇച്ചിരി ലോഡിങ് ലൈറ്റ് എടുക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലാണ് വരുന്നത്. ഡയറക്റ്റ് ഇച്ചിരി താഴോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുവാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ആയിട്ടൊരു പെൻസിലിൽ ഒരു മാർക്ക് വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് എഡിറ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എഡിറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഫിൽറ്റർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ താഴോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇത് ടൂൾസ് പരിചയപ്പെടുത്തി തരാം. ഇന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ഇതിലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു സ്റ്റോറിലാണ് പോകുന്നത്. ഇവിടെ കുറച്ച് സ്റ്റോറിൽ കുറേ അധികം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഇമേജസ് ഇവിടെ സ്റ്റോറിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴോട്ട് നിങ്ങൾക്ക് സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ടുമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം, വെളിയിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ മേളിലായിട്ടൊരു ഇമേജിൻ്റെ പടം കാണിച്ചിട്ട് ഒരു പ്രൊവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് മേളിലായിട്ട്. ഇത് പ്രോ വേർഷൻ ഇതിനകത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് പ്രോ വേർഷൻ മേടിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് പ്രോ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെളിയിൽ നിന്നുള്ളൊരു ഇമേജസ് ഒക്കെ എടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടെ കുറച്ച് ഇമേജസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് കിടക്കുന്നത് ഈ സ്കൈയുടെ ഉണ്ട്. അതുപോലെ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാനുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഇമേജസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല ഇമേജ് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇമേജ് സെലക്ട് ചെയ്യുവാണ്. കുറച്ച് കളറൊക്കെ ആയിട്ടിരിക്കുന്നത് കുറച്ച് ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ നല്ല ഇമേജ് തപ്പിയെടുക്കണമെങ്കിൽ ഇച്ചിരി സമയം എടുക്കും. താഴോട്ട് പോയി തപ്പിയെടുക്കണം. ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഈ വീഡിയോ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ഇമേജ് എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇത് വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇമേജ് ഒന്നും ആഡ് ആയി വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരും എങ്ങനെയാണ് ഇമേജ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓക്കെ ഗെറ്റ് ഇറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നിടത്ത് താഴെ കുറച്ച് ടൂൾസ് കൊടുത്തിരിക്കുന്നതാണ്. സൂം, മാജിക് ബ്രഷ്, മാജിക് ഇറേസർ, ബ്രഷ്, മാജിക് ഇറേസർ, ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഇപ്പം മാജിക് ബ്രഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൻ്റെ അടുത്തൂടെ നമ്മൾ കൊണ്ടുവന്ന് ഉറച്ചാൽ പോലും ഫേസിൽ പെട്ടെന്ന് പതിയില്ല. ആ ഒരു രീതിയിലാണ് മാജിക് ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സാധാ ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുവന്ന് ഉറച്ചാലും നല്ല രീതിയിൽ ഇതാവും. ഇപ്പം മാജിക് ബ്രഷ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ആക്കുമ്പോൾ കണ്ടോ ചിലയിടത്ത് അത് ഈ ബാക്ക്ഗ്രൗണ്ട് പിടിക്കത്തില്ല. അതുപോലെയാണ് നമ്മുടെ വരുന്നത്. ഞാൻ ഇവിടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഹെയറിലോട്ടൊന്നും അധികം കയറുന്നില്ല. നമ്മുടെ ഫേസിലോട്ടോ കാര്യങ്ങളൊന്നും നമുക്ക് അധികം കയറുന്നില്ല. നോർമലി കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഇത് കയറുന്നുള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെ മാറ്റാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് മാജിക് ബ്രഷ് ഒക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കൂടിപ്പോയത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എവിടെയൊക്കെയാണോ കളയേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് സൂം എന്നുള്ളത് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് സൂം ചെയ്ത ശേഷം നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ഇറേസ് ചെയ്യേണ്ട കുറച്ച് ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇറേസ് ഇങ്ങനെ ചെയ്ത് കളഞ്ഞ് നമ്മുടെ ഇമേജ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കി നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ചുമ്മാ വെറുതെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആഡ് ചെയ്യുന്നത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ലഭ്യമാണ്. ഇനി നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ ഓരോ പോയിന്റിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും.
ബാക്ക്ഗ്രൗണ്ട് കയറ്റി ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളിങ്ങനെ ജസ്റ്റ് തൊട്ട് കൊടുത്താലും മതി, അവിടെ സൈഡിലോട്ട് കൊണ്ടൊന്ന് സ്വൈപ്പ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് അവിടെ ആഡായി കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാര്യം ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഇങ്ങനെയുള്ള ഇമേജസ് ഒക്കെ യൂസ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് എന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്ന ഇമേജ് ഇച്ചിരി നല്ല ഇമേജ് ഒക്കെ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തത് അറിയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടോ, ഏകദേശം ആ ഹെഡിൻ്റെ അവിടെ നിങ്ങൾ നോക്കും, നല്ല രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇമേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷനെ എടുത്തു പറയുകയാണെങ്കിൽ കുറേ ടൂൾസ് ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ടൂൾസും കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഓരോ വീഡിയോയിൽ ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 1, പാർട്ട് 3 ആയിട്ട് ഓരോ വീഡിയോസ് ഇറക്കുന്നുണ്ട്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് ഞാൻ മേളിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാർട്ട് 1 വീഡിയോ കയറി കാണാം. അപ്പോൾ എനിവേ ഗൈസ്, ഇന്ന് വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, അതുപോലെ നല്ല കളർ ചേഞ്ച് ചെയ്യാം, നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് ഒക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.